എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിനു മുൻപ് ഞാനൊരു ഏത്തപ്പഴം വെച്ചിട്ട് ചെയ്യുന്ന ഈസി ഹൽവ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൽവയാണിത്. മത്തങ്ങ വെച്ചിട്ടാണ് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ തയ്യാറാക്കുന്നത്. അധികം സമയമൊന്നും വേണ്ട ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അധികം താമസിയാതെ ഈ ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഈ ഹൽവ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 1/2 കിലോയോളം കാണും. ഇത് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുള്ളതാണ്. ഒരുപാടങ്ങ് വെന്ത് പോകരുത്, എന്നാലും ചെറുതായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒരു മത്തങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന മത്തങ്ങയാണിത്. ഇത് ബട്ടർ സ്ക്വാഷ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിലുള്ള സാധാരണ മത്തങ്ങയാണ്. ഇനി ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് നമ്മൾ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കാം, അല്ലെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര 1 കപ്പ് എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അരിച്ചു വെച്ചിട്ടുള്ളതാണ്. ശർക്കര പാനി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയോ അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. നിങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ അൺഹെൽത്തിയാണ്, അത് വേണ്ട. അപ്പോൾ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 180 ml ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്ക ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാനിവിടെ ഒരു 100 ml അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പശുവിൻ പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ വെള്ളം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ വലിയ ജാർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തരികളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമുക്കിതൊന്ന് വഴട്ടിയെടുക്കണം. അപ്പോൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാൻ എടുക്കാം, അല്ലെങ്കിൽ ഉരുളി അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രം ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഇതിലേക്ക് വെജിറ്റബിൾ ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യൊന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്കൊന്ന് കോരി വെക്കണം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ പാത്രത്തിലേക്കാണ് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ തീ അത്യാവശ്യം കൂട്ടിയിട്ടാണ് ഈ ഹൽവ തയ്യാറാക്കി എടുക്കുന്നത്. ഇടവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അധിക സമയമൊന്നും എടുക്കില്ല ഇത് ഹൽവയായിട്ട് മാറാനായിട്ട്. മാക്സിമം ഒരു 15 മിനിറ്റേ എടുക്കുള്ളൂ. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് തന്നെ ഇത് ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ മത്തങ്ങ ഓൾറെഡി കുക്ക്ഡാണ്, അതുകൊണ്ടാണ് അധിക സമയം ഇത് എടുക്കാത്തത്. അപ്പോൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ആവശ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആണെങ്കിൽ അടിയിൽ പിടിക്കാതെ തന്നെ നമുക്കിത് ഇളക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ യൂസ് ചെയ്തിരിക്കുന്ന തവി സ്റ്റീലാണ്. കാരണം ഇത് കാസ്റ്റ് അയണിൻ്റെ പാത്രം ആയതുകൊണ്ടാണ് ഞാൻ സ്റ്റീൽ ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക് ഒക്കെ ഇതിൽ ഉപയോഗിച്ചാൽ പെട്ടെന്ന് അത് ഉരുകിപ്പോകും, അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ ഹൽവ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് വിട്ടു വരുന്നൊരു പരുവം ആകണം. ഇതിപ്പം ഉരുണ്ടുരുണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ മാറ്റുന്നത് ആ പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് നമുക്കിത് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഞാനിവിടെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്, നെയ്യും തടവിയിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ ഈ ഹൽവ ഇതിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. കുട്ടികൾക്കൊക്കെ മത്തങ്ങയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അവർക്ക് നല്ല ഇഷ്ടമാകും.
ഇതിൽ നമ്മൾ പഞ്ചസാരയല്ല ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ശർക്കര എടുക്കാനില്ലെങ്കിൽ പഞ്ചസാരയും വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അപ്പം ഹൽവ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചൂടോടെ തന്നെ ഇതുപോലെ പ്രസ് ചെയ്ത് ലെവലാക്കിയതിന് ശേഷം ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വെച്ചിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യുക. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. 1 മണിക്കൂർ വരെ നമുക്കിത് മാറ്റി വെക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് തണുക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഞാനിത് ഡീമോൾഡ് ചെയ്യുകയാണ്. നമ്മൾ നെയ്യ് തടവിയത് കാരണം ഇത് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് ഇളകി വരും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ കൊണ്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കട്ട് ചെയ്യാതെ എടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഇത്രയും അരിപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്പൂണിൽ കഴിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്ന പരുവത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ഹൽവയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്